പവർ ടീമിന്റെ പവർ എന്താണെന്ന് പവർ ടീം ഇന്ന് ശരിക്കും നോമിനേഷന്റെ സമയത്ത് അവിടെ ഉള്ളവർക്കും പിന്നെ പ്രേക്ഷകർക്കും കാണിച്ചു തന്നു എന്ന് നിസ്സംശയം പറയാം. സേഫ് ആയിട്ട് ഒളിത്താവളത്തിൽ കഴിഞ്ഞ ആഴ്ച ഒളിച്ചിരുന്ന ഒരാളെയാണ് ഇന്ന് അവർ പിടിച്ച് നോമിനേഷനിൽ ഇട്ടത്. ഇന്ന് എന്തായാലും ഈ ഒരാളെ ആരും പറയത്തില്ലായിരുന്നു, കാരണം അത്രയും സേഫ് ആയിട്ട് കളിക്കുന്ന ഒരു ചിരിയും ചിരിച്ചു നിൽക്കുന്ന ഒരാളാണ്. ശരണ്യ ആയിരുന്നു പവർ ടീമിന്റെ നോമിനേഷൻ. അതും സാധാരണ പവർ ടീം പവർ റൂമിൽ പോയി ചർച്ച ചെയ്യുന്നത് പോലത്തെ ഒരു പരിപാടിയും പ്രഹസനവും ഇല്ലായിരുന്നു ഇത്തവണ. ബിഗ് ബോസ് നോമിനേഷൻ പറയാൻ പറഞ്ഞപ്പോ പവർ ടീം നേരെ വന്ന് നിന്നിട്ട് അൻസിബ ശരണ്യയുടെ പേര് പറയുന്നു, ജിൻഡോയുടെയോ അല്ലെങ്കിൽ ജാസ്മിന്റെയോ പേര് പറയുന്ന പ്രതീക്ഷിച്ച സ്ഥലത്ത് പവർ ടീം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. സ്ട്രോങ് ആയിട്ടുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നതല്ല ഗെയിം എന്ന് പവർ ടീം മനസ്സിലാക്കി. വീക്ക് ആയിട്ടുള്ളവരെ നോമിനേഷനിൽ വിട്ട് പുറത്താക്കുന്നതാണ് ഗെയിം എന്ന് മനസ്സിലാക്കി. അതിനനുസരിച്ച് അവർ നോമിനേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. വളരെ നല്ല തീരുമാനമാണ് ശരണ്യനെ ഡയറക്ട് നോമിനേഷനിൽ വിട്ടത്. ഇനി വേറുള്ള നോമിനേഷൻസ് നമുക്ക് വായിക്കാം. സിജോ പറഞ്ഞത് ശ്രീരേഖ, അപ്സര എന്നിവരുടെ പേരുകളാണ്. ജാസ്മിൻ പറഞ്ഞത് ശ്രീതു, ജിൻഡോ. ശ്രീരേഖ പറഞ്ഞത് ജിൻഡോ, അർജുൻ. സായി പറഞ്ഞത് ശ്രീരേഖ, ശ്രീതു. നന്ദന പറഞ്ഞത് ശ്രീരേഖ, ശ്രീതു. അപ്സര പറഞ്ഞത് സിജോ, ശ്രീതു. ശരണ്യയുടെ നോമിനേഷൻസ് നന്ദന, ശ്രീരേഖ. ജിൻഡോയുടെ നോമിനേഷൻസ് ശ്രീരേഖ, നന്ദന. ശ്രീതുവിന്റെ നോമിനേഷൻസ് നന്ദന, അപ്സര. അർജുന്റെ നോമിനേഷൻ ശ്രീരേഖ, നന്ദന. നോറ പറഞ്ഞത് ജിൻഡോ, ശ്രീതു. അഭിഷേക് പറഞ്ഞത് ശ്രീരേഖ, ശ്രീതു. റസ്മിൻ പറഞ്ഞത് സിജോ, ശ്രീരേഖ. അൻസിബയുടെ നോമിനേഷൻസ് ശ്രീരേഖ, ശ്രീതു. ഋഷിയുടെ നോമിനേഷൻസ് നന്ദന, സിജോ എന്നിവരായിരുന്നു. അങ്ങനെ നോമിനേഷൻ അവസാനിച്ചപ്പോൾ ശ്രീരേഖയ്ക്ക് ലഭിച്ചത് ടോട്ടൽ 8 വോട്ടുകളാണ്. ശ്രീതുവിന് ലഭിച്ചത് 6 വോട്ടുകൾ, നന്ദനയ്ക്ക് ലഭിച്ചത് 5 വോട്ടുകൾ, സിജോയ്ക്ക് ലഭിച്ചത് 3 വോട്ടുകളും ജിൻഡോയ്ക്ക് ലഭിച്ചത് 2 വോട്ടുകളുമാണ്. അപ്സരയ്ക്കും 2 വോട്ടുകളാണ് കിട്ടിയത്. അതേപോലെ തന്നെ ശരണ്യുണ്ട് പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷൻ ആയിട്ട്. അത് പൊളിച്ചടുക്കി 7 പേരാണ് നോമിനേഷനിൽ വന്നത് ഈ ഒരാഴ്ച. ജിൻഡോ, സിജോ, നന്ദന, ശ്രീരേഖ, ശ്രീതു, ശരണ്യ, അപ്സര, ഇവരാണ് ആ ഒരു 7 പേര്. സായി, ജാസ്മിൻ ഒക്കെ നൈസായിട്ട് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ കുഴപ്പമില്ലാത്തൊരു ലിസ്റ്റ് ആണ് ഇപ്പൊ ഈ ഒരു ലിസ്റ്റ്. സേഫ് ഗെയിമേഴ്സ് 3 പേരുണ്ട്, ബാക്കി 4 പേര് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളവർ തന്നെയാണ്. അതില് സിജോ, ജിൻഡോ 2 പേരും കത്തിക്കേറാൻ പോകുന്ന ഒരാഴ്ച തന്നെ ആയിരിക്കും ഇത്. ഡബിൾ എവിക്ഷൻ വെച്ചാൽ 2 സേഫ് ഗെയിമേഴ്സിന് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കമ്മ്യൂണിറ്റി പോൾ ഇടാം, അതിൽ പോയി വോട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലും കയറി ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി പോൾ അല്ല വോട്ടാവുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.